Hello everybody, welcome to CS Classroom. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സ്ട്രക്ചർ ഓഫ് എ സിമ്പിൾ ജാവ പ്രോഗ്രാം. ഓക്കെ, സോ ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു ജാവ പ്രോഗ്രാം നമ്മൾ നോക്കും. അതിൽ എന്തൊക്കെയാണ് കാര്യങ്ങൾ, ജാവയുടെ ബേസിക് സ്ട്രക്ചർ എന്താണ്, ഇതെല്ലാമായിരിക്കും നമ്മൾ ഈ വീഡിയോയിൽ കവർ ചെയ്യാൻ പോകുന്നത്. സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. സോ സ്ട്രക്ചർ ഓഫ് എ സിമ്പിൾ ജാവ പ്രോഗ്രാം. ഓക്കെ, സോ ഇറ്റ് സ്റ്റാർട്ട്സ് വിത്ത് ക്ലാസ് കീവേഡ്, ദെൻ ഫോളോഡ് ബൈ ക്ലാസ് നെയിം. ഓക്കെ, ഇപ്പോൾ ഇവിടെ നമ്മൾ എക്സാമ്പിൾ എന്ന് പറയുന്ന ഒരു ക്ലാസിൻ്റെ പേരാണ് വെച്ചിരിക്കുന്നത്. സോ ഫസ്റ്റ് തിങ് വി മസ്റ്റ് ലേൺ അബൌട്ട് ജാവ ഇസ് ദാറ്റ് ദ നെയിം യു ഗിവ് ടു എ സോഴ്സ് ഫയൽ ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, സപ്പോസ് നമ്മൾ സി പ്രോഗ്രാമിങ്ങിൻ്റെ കാര്യം പറയാം. സപ്പോസ് നമ്മൾ ആഡിങ് ഓഫ് 2 numbers, സോ ആഡ് ഡോട്ട് സി നമ്മൾ കൊടുക്കുമായിരുന്നു. സോ ഇതെന്താണ്, അതൊരു ഫയൽ നെയിം ആണ്. ഓക്കെ, ഫയൽ നെയിം നമ്മൾ എവിടെയെങ്കിലും സ്റ്റോർ ചെയ്യുമായിരുന്നു. സോ ഇവിടെ നമ്മൾ ഫയൽ നെയിം എന്തും കൊടുക്കാൻ പറ്റത്തില്ല. ഓക്കെ, for this example the name of the source file should be example.java. You can see നമ്മൾ ക്ലാസിൻ്റെ പേരാണ് എക്സാമ്പിൾ എന്ന് കൊടുത്തിരിക്കുന്നത്. പക്ഷേ നമ്മൾ ഫയലിൻ്റെ പേര്, നമ്മളിവിടെ കോഡ് എഴുതും, മുഴുവൻ നമ്മളിവിടെ കോഡ് എഴുതിയതിന് ശേഷം നമ്മൾ ക്ലോസ് ചെയ്തിട്ട് നമ്മൾ എന്തായിരിക്കും, ഫയലിൻ്റെ പേരും നമ്മൾ എന്തായിരിക്കും കൊടുക്കാൻ പോകുന്നത്, എക്സാമ്പിൾ തന്നെയായിരിക്കും കൊടുക്കാൻ പോകുന്നത്. റൈറ്റ്, സോ ദ ഫയൽ നെയിം മസ്റ്റ് ബി ഈക്വൽ ടു ദി class name. Okay, so the name of the class defined by the program is also example. Now the name of that class should match the name of the file that holds the program. That നമ്മൾ ഇപ്പോൾ ഡിസ്കസ് ചെയ്തത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ്. പിന്നെ ജാവ കേസ് സെൻസിറ്റീവ് ആണ്. ദാറ്റ് മീൻസ് എ ഈസ് ഡിഫറെൻറ്റ് ഫ്രം എ. ഓക്കെ, നൗ സോ നമ്മൾ എന്ത് ചെയ്യും, നമ്മുടെ പ്രോഗ്രാം നമ്മൾ ഇവിടെ എഴുതും. ഓക്കെ, ദെൻ പബ്ലിക് സ്റ്റാറ്റിക് വോയിഡ് മെയിൻ, ഇതെന്താണെന്നുള്ള കാര്യം നമ്മൾ ഈ വീഡിയോ തന്നെ നോക്കും. സോ പബ്ലിക് സ്റ്റാറ്റിക് വോയിഡ് ബേസിക് എന്താണ്, ഒരു മെയിൻ ഫംഗ്ഷനാണ്. നമ്മൾ സിയിൽ മെയിൻ എഴുതുന്ന പോലെ തന്നെ ഇവിടെ നമ്മൾ പബ്ലിക് സ്റ്റാറ്റിക് വോയിഡ് മെയിൻ, അതിൻ്റെ ഉള്ളിൽ ഒരു ആർഗ്യുമെൻ്റ് എന്ന നിലയിൽ സ്ട്രിങ് ARGS 2 ബ്രാക്കറ്റ് ഇതുപോലെ, അതായത് സ്ക്വയർ ബ്രാക്കറ്റ്, ദെൻ വി വിൽ ക്ലോസ് ദിസ് ബ്രാക്കറ്റ്, ദെൻ ഫോളോഡ് ബൈ നമ്മളൊരു ഓപ്പണിംഗ് ബ്രാക്കറ്റ് കൊടുക്കും, ദെൻ സിസ്റ്റം ഡോട്ട് ഔട്ട് ഡോട്ട് പ്രിൻറ്റ് LN. ഇത് പ്രിൻറ്റ് എഫ്, സി പ്രോഗ്രാം നമ്മൾ പ്രിൻറ്റ് എഫ് യൂസ് ചെയ്യത്തില്ലേ, അതുപോലെ തന്നെ ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത് സിസ്റ്റം ഡോട്ട് ഔട്ട് ഡോട്ട് പ്രിൻറ്റ് LN എന്ന് പറയുമ്പോഴത്തേക്കും ന്യൂ ലൈൻ, പുതിയ ലൈൻ. ഓക്കെ, ന്യൂ ലൈൻ. ഓക്കെ, സോ ദിസ് ഇസ് നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ എന്താണോ പ്രിന്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്, ഇവിടെ നമ്മൾ ദിസ് ഇസ് എ സിമ്പിൾ ജാവ പ്രോഗ്രാം. ഇത് നമ്മൾ എക്സിക്യൂട്ട് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് എന്തായിരിക്കും, ഈ ഔട്ട്പുട്ട് ആയിരിക്കും കിട്ടാൻ പോകുന്നത്. ഓക്കെ, സോ കമ്പൈലിംഗ്, ഇനി നമ്മൾ എങ്ങനെയാണ് ഒരു ജാവ പ്രോഗ്രാമിന് നമ്മൾ എങ്ങനെയായിരിക്കും കമ്പൈൽ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, നമ്മൾ സി പ്രോഗ്രാമിന് നമ്മൾ GCC യൂസ് ചെയ്യുമായിരുന്നു. അവിടുത്തെ കമ്പൈലർ എന്തായിരുന്നു, GCC ആയിരുന്നു. സോ അതുപോലെ തന്നെ ഇവിടെ നമ്മുടെ കമ്പൈലർ എന്ന് പറയുമ്പോഴത്തേക്കും ജാവ സി ആണ്. ജാവ സി ദെൻ ഫോളോഡ് ബൈ ഫയലിൻ്റെ നെയിം, ദെൻ ഡോട്ട് ജാവ. ഓൾറൈറ്റ്, ഇത്രയും ചെയ്ത് കഴിയുമ്പോഴേക്കും നമ്മൾ എന്താണ്, ഇത് ചെയ്ത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ ഔട്ട്പുട്ട് നമുക്ക് കിട്ടാൻ പോകുന്നത് ഒരു ബൈറ്റ് കോഡായിരിക്കും, ബൈറ്റ് കോഡ്. ഓക്കെ, so you can see the Java C compiler creates a file called example.class. so നമ്മുടെ ഫയലിൻ്റെ പേരെന്താണ്, example.c. നമ്മൾ കമ്പൈൽ ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്കൊരു പുതിയ ഫയൽ കിട്ടും which is called as the example.class that contains the bytecode version of the program. ഈ ബൈറ്റ് കോഡാണ് നമ്മൾ എന്താണ് വീണ്ടും നമ്മൾ ജാവ വെർച്വൽ മെഷീനിലോട്ട് കടത്തിവിടുന്നത്, ജാവ വെർച്വൽ മെഷീനിലോട്ട്. ഓക്കെ, സോ ഈ ജാവ വെർച്വൽ മെഷീൻ എന്ത് ചെയ്യും, ഇതിനെ റൺ ചെയ്യും. റൈറ്റ്, റൺ ചെയ്തിട്ട് നമുക്ക് എന്ത് കിട്ടും, ഔട്ട്പുട്ട് കിട്ടും. സോ ഇവിടെ എന്താണ് ഔട്ട്പുട്ട്, ദിസ് ഇസ് എ സിമ്പിൾ ജാവ പ്രോഗ്രാം. ഓക്കെ, സോ അത് നമുക്ക് അടുത്ത് നോക്കാം. യു കൻ സി ടു ആക്ച്വലി റൺ ദ പ്രോഗ്രാം യു മസ്റ്റ് യൂസ് ജാവ ആപ്ലിക്കേഷൻ ലോഞ്ചർ കോൾഡ് ജാവ. റൈറ്റ്, നമ്മൾ ജാവ സി ഫയൽ നെയിം ഡോട്ട് ജാവ കൊടുത്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യും, ജാവ എക്സാമ്പിൾ നമ്മൾ കൊടുക്കും. യു ക്യാൻ സി ജാവ ഫയൽ നെയിം. ഓക്കെ, സോ ജാവ സി ഫയൽ നെയിം ഡോട്ട് സി, അടുത്ത സ്റ്റെപ്പ് ജാവ സ്പേസ് നമ്മുടെ ഫയലിൻ്റെ പേര്. ഇത്രയും കൊടുത്തു കഴിയുമ്പോഴത്തേക്കും നമ്മൾ എന്താണ്, when the program is run the following output is displayed. So you have to remember this, when Java source is compiled, right, Java source compile ചെയ്തതിന് ശേഷം each individual class is put into its own output file named after the class and using the dot class extension. അപ്പോൾ നമ്മൾ എന്താണ്, നമ്മളിതിനെ കമ്പൈൽ ചെയ്തതിന് ശേഷം ദിസ് എക്സാമ്പിൾ എന്ന് പറയുമ്പോഴത്തേക്ക് ഈ മുഴുവൻ കോഡ് എന്തായിരിക്കും, ഒരു വേറൊരു ഫയലിലോട്ട് മാറും, ഡോട്ട് ക്ലാസ് എന്ന് പറഞ്ഞിട്ട് ഫയലിലോട്ട് മാറും, example.class.
ക്ലാസ്സിലോട്ട് മാറും. റൈറ്റ്, ഈ എക്സാമ്പിൾ ഡോട്ട് ക്ലാസ് ആണ് നമ്മൾ പിന്നെ എന്ത് ചെയ്യാൻ പോകുന്നത്, നമ്മൾ റൺ ചെയ്യാൻ പോകുന്നത്. റൈറ്റ്, സോ ഏതാണോ നമ്മൾ ഫയൽ ക്ലാസ് കൊടുക്കുന്നത് അതിൻ്റെ ഡോട്ട് ക്ലാസ് ഫയലായിരിക്കും, ഏത് ഫയലാണോ നമ്മൾ കൊടുക്കുന്നത് അതിൻ്റെ ഡോട്ട് ക്ലാസ് ഫയലായിരിക്കും എന്ത് വരാൻ പോകുന്നത്, അതിൻ്റെ ഇന്റർമീഡിയറ്റ് ഫയലായിട്ട് ജനറേറ്റ് ചെയ്യാൻ പോകുന്നത്. നൗ ദിസ് ഇന്റർമീഡിയറ്റ് ഫയൽ ആയിരിക്കും ബൈറ്റ് കോഡിന്റെ ഫോർമാറ്റിലായിരിക്കും, അതായിരിക്കും നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്, റൺ ചെയ്യാൻ പോകുന്നത്. സോ ദിസ് ഇസ് വൈ നമ്മൾ എന്താണ് ക്ലാസിന്റെ പേരും അതുപോലെ തന്നെ ഫയലിന്റെ പേരും സെയിം ആയിരിക്കണം നമ്മൾ പറയുന്നത്. സോ ദിസ് ഇസ് വൈ ഇറ്റ് ഈസ് ഗുഡ് ഐഡിയ ടു ഗിവ് യുവർ ജാവ സോഴ്സ് ഫയൽ ദ സെയിം നെയിം ആസ് ദി class they contain. Okay, so the name of the source file will match the name of the dot class file. All right, so moving forward, നമ്മൾ ഇനിയിപ്പോൾ സിമ്പിൾ ആ ജാവ പ്രോഗ്രാമിൻ്റെ സ്ട്രക്ചർ എന്താണെന്നുള്ള കാര്യം നമുക്ക് നോക്കാം. സോ യു ക്യാൻ സി ഏറ്റവും ആദ്യം നമ്മൾ നോക്കാൻ പോകുന്നത് കമൻറ്റ്സ് ആയിരിക്കും. റൈറ്റ്, സോ കമൻറ്റ്സ് എന്ന് പറയുമ്പോൾ ഡിസ്ക്രൈബ്സ്, നമ്മൾ സി പ്രോഗ്രാമിൽ പഠിച്ച അതേ സംഭവം തന്നെ, ഇറ്റ് ഡിസ്ക്രൈബ്സ് ഓർ എക്സ്പ്ലെയിൻസ് ദി ഓപ്പറേഷൻ ഓഫ് ദി പ്രോഗ്രാം ടു എനി വൺ ഹു ഈസ് റീഡിങ് ഇറ്റ്സ് സോഴ്സ് കോഡ്. എന്തിനെ കുറിച്ചാണ് ഇത് പറയുന്നത്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് കമൻറ്റ്സ് ആയിട്ട് ഇവിടെ എഴുതാം. യു ക്യാൻ സി ഇതൊരു കമന്റ് ആണ്. റൈറ്റ്, എന്താ ചെയ്യുന്നത്, നമ്മൾ ഇത് ഈ പ്രോഗ്രാം എന്തിനെ കുറിച്ചാണ്, ദിസ് ഇസ് സിമ്പിൾ ജാവ പ്രോഗ്രാം, കോൾ ദിസ് ഫയൽ എക്സാമ്പിൾ ഡോട്ട് ജാവ. റൈറ്റ്, അപ്പോൾ അതെന്താണ്, അതൊരു കമന്റ് ആയിട്ട് അവിടെ കിടക്കും. The contents of a comment are ignored by the compiler. അപ്പോൾ ഒബ്വിയസ്ലി കമ്പൈലർ ഇവിടെ നമ്മൾ ജാവ സി ആണ് യൂസ് ചെയ്യുന്നത്. കമ്പൈലർ ഇവിടെ മുതൽ ഇതൊന്നും എടുക്കത്തില്ല, ഇതൊന്നും എന്താണ് അതായത് കമ്പൈൽ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യത്തില്ല. കാരണം അറിയാം അത് കോഡിന്റെ ഭാഗമല്ല എന്നറിയാം. അത് എന്തിനു വേണ്ടി യൂസ് ചെയ്യുന്നത്, ജസ്റ്റ് ഈ കോഡ് എന്തിനു വേണ്ടിയാണെന്നുള്ള കാര്യം എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയാണ് കമന്റ് ഉള്ളത്. സോ ദാറ്റ് വോണ്ട് ബി യൂസ്ഡ് ബൈ ദ കമ്പൈലർ, ഇറ്റ് വുഡ് ബി ഇഗ്നോർഡ് ബൈ ദ കമ്പൈലർ. ഓക്കെ, സോ യു ക്യാൻ സി ഫസ്റ്റ് കമ്പൈലർ എന്ന് പറയുന്നത്, ഫസ്റ്റ് കമന്റ് എന്ന് പറയുമ്പോൾ യു ക്യാൻ സി അതൊരു മൾട്ടി ലൈൻ കമന്റ് ആണ്. അതായത് മൾട്ടി ലൈൻ കമന്റ് ഒന്നിൽ കൂടുതൽ ലൈനുള്ള കമന്റ്സ് നമ്മൾ എന്ത് പറയും, മൾട്ടി ലൈൻ കമന്റ്സ്. അത് തുടങ്ങുന്നത് ഇങ്ങനത്തെ ഒരു സിമ്പിൾ വെച്ചിട്ടാണ് തുടങ്ങുന്നത്, /*. ദെൻ അത് എൻഡ് ആവുന്നത് / വെച്ചിട്ടായിരിക്കും എൻഡ് ആവുന്നത്. ദ കണ്ടന്റ് ഓഫ് എ കമന്റ് ആർ ഇഗ്നോർഡ് ബൈ ദി കമ്പൈലർ. നമ്മളത് നേരത്തെ നോക്കിയായിരുന്നു. മേ ബി സെവറൽ ലൈൻസ് ലോങ്. ഓക്കെ, മേ ബി സെവറൽ ലൈൻസ് ലോങ്. അപ്പോൾ ഇതിന് ഒരു സെന്റൻസിനെ നമുക്ക് വേണമെങ്കിൽ ഒരു ലൈൻ ഇത് വെച്ചിട്ട് റിപ്രസെന്റ് ചെയ്യാം. പക്ഷേ വെൻ ദർ ഈസ് മോർ ലൈൻസ് ഇൻവോൾവ്ഡ് നമ്മൾ എന്തായിരിക്കും, /* വെച്ചിട്ടായിരിക്കും മൾട്ടി ലൈൻ കമന്റ്സ് നമ്മൾ കാണിക്കേണ്ടത്. ഓക്കെ, ഇതെന്തായിരിക്കും, ഇത് സിംഗിൾ ലൈൻ കമന്റ് ആണ്. അത് നമ്മൾ കാണിക്കുന്നത് ഇതേപോലത്തെ 2 സ്ലാഷ് വെച്ചിട്ടാണ് നമ്മൾ കാണിക്കുന്നത്. ബിഗിൻസ് വിത്ത് / and / and ends at the end of the line. Okay, now used for brief line by line description. ചെറിയ ഡിസ്ക്രിപ്ഷൻ, 1 line ഡിസ്ക്രിപ്ഷൻ ഉള്ള കമന്റ് ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ഇങ്ങനത്തെ സിംഗിൾ ലൈൻ കമന്റ്സ് ആയിരിക്കും യൂസ് ചെയ്യുന്നത്. സോ ജാവ പ്രോഗ്രാം നമ്മൾ സ്ട്രക്ചറിൽ ഫസ്റ്റ് കാര്യം കണ്ട എന്താണ്, കമന്റ്സ്. ഓക്കെ, നൗ അടുത്ത എന്താ, യു ക്യാൻ സി ദിസ് മെയിൻ ഫംഗ്ഷൻ. ഓക്കെ, പബ്ലിക് സ്റ്റാറ്റിക് വോയിഡ് മെയിൻ. ദിസ് ലൈൻ ബിഗിൻസ് വിത്ത് ദി മെയിൻ ഫംഗ്ഷൻ, മെയിൻ മെത്തേഡ്. ഇതെന്താണ്, ഒരു മെയിൻ മെത്തേഡാണ്. ബേസിക്കലി മെത്തേഡിന്റെ പേരെന്താണ്, മെയിൻ. ഇതാണ് മെത്തേഡിന്റെ പേര്, മെയിൻ. നമ്മൾ സി പ്രോഗ്രാം നമ്മൾ ഒബ്വിയസ്ലി എന്താണ്, ഇൻറ്റ് മെയിൻ എഴുതത്തില്ലേ, റൈറ്റ്. എന്നിട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്യും നമ്മുടെ പ്രോഗ്രാം. അതുപോലെ തന്നെ ജാവയിൽ നമ്മൾ എന്താണ് യൂസ് ചെയ്യുന്നത്, ഈ മെയിനിന് മുമ്പായിട്ട് നമ്മൾ 3 കാര്യങ്ങൾ എഴുതും, പബ്ലിക് സ്റ്റാറ്റിക് വോയിഡ് ദെൻ മെയിൻ. അതിൻ്റെ ഉള്ളിൽ നമ്മൾ എന്താണ്, യു ക്യാൻ സി ഒരു പാരാമീറ്റർ ഉണ്ട്. മെയിൻ എന്ന് പറയുമ്പോൾ ആക്ച്വലി ഒരു ഫംഗ്ഷൻ അല്ലേ. അപ്പോൾ ആ ഫംഗ്ഷൻ്റെ ഉള്ളിൽ എന്തുണ്ടാവാം, പാരാമീറ്റർ ഉണ്ടാവും. ഒരു പാരാമീറ്റർ ഇല്ലെങ്കിൽ അതിൻ്റെ അടുത്തുള്ള പാരാമീറ്റർ ഇല്ലാത്ത ഫംഗ്ഷനാന്ന് പറയും. ഓക്കെ, പക്ഷെ നമ്മുടെ ജാവേൻ്റെ ഉള്ളിൽ നമ്മൾ നോക്കുവാണെങ്കിൽ സ്ട്രിങ് args എന്ന് പറഞ്ഞ ഇങ്ങനെ ഒരു പാരാമീറ്ററും കൂടെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, സോ നമുക്ക് ഓരോന്നായിട്ട് നമുക്ക് നോക്കാം. So this is the line at which the program will begin executing. ഇവിടെ മുതലാണ് പ്രോഗ്രാം എക്സിക്യൂഷൻ തുടങ്ങുന്നത്. ഈ പോയിന്റ് മുതലാണ് പ്രോഗ്രാം എക്സിക്യൂഷൻ തുടങ്ങുന്നത്. All Java applications begin execution by calling the main function. Main function മുതലാണ് എല്ലാ ജാവ ആപ്ലിക്കേഷൻസും ജാവ പ്രോഗ്രാം എക്സിക്യൂഷൻ തുടങ്ങുന്നത്. Now ഫസ്റ്റ് കീവേഡ് പബ്ലിക് എന്താണ്, യു ക്യാൻ സി അത് ആക്സസ് സ്പെസിഫയേഴ്സ് ആണ്. റൈറ്റ്, ഇത് നമ്മൾ ഈ മോഡ്യൂളിലെ എൻഡിൽ ആക്സസ് സ്പെസിഫയർ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും, ആക്സസ് സ്പെസിഫയർ എന്താണെന്നുള്ള കാര്യം. റൈറ്റ്, ഫസ്റ്റ് നമ്മൾ ഇത് അറിയാൻ വേണ്ടി ഇപ്പോഴത്തെ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ജസ്റ്റ് ഇത് എന്താണെന്നുള്ള കാര്യം നമുക്ക് നോക്കാം. ഓക്കെ, ഇറ്റ് അലൗസ് ദ പ്രോഗ്രാമർ ടു കൺട്രോൾ ദ വിസിബിലിറ്റി ഓഫ് ക്ലാസ് മെമ്പേഴ്സ്. ഓക്കെ, ഇതിൻ്റെ ഉള്ളിൽ ഒരു ക്ലാസ് ഉണ്ട്, യു ക്യാൻ സി ക്ലാസ് എക്സാമ്പിൾ ആണ്. ഇതിൻ്റെ ഉള്ളിൽ കുറേ മെമ്പേഴ്സ് ഉണ്ടാവും. മെമ്പേഴ്സ് എന്ന് പറയുമ്പോൾ ആട്രിബ്യൂട്ട്സ് ആണ്. ആട്രിബ്യൂട്ട്സ് നമുക്ക് വേണമെങ്കിൽ ഇൻറ്റ് ഇവിടെ ഒന്നും കൊടുത്തിട്ടില്ല, കാരണം ഇത് മെയിൻ ഫംഗ്ഷൻ്റെ ഉള്ളിൽ നമ്മൾ അങ്ങനെ ആട്രിബ്യൂട്ട് കൊടുത്തിട്ടില്ല. കൊടുക്കാം, ഇൻറ്റ് ABC ഒക്കെ കൊടുക്കുവാണെങ്കിൽ അതെന്തായിരിക്കും, അതെല്ലാം എന്തായിരിക്കും, നമ്മുടെ
ക്ലാസ് മെമ്പേഴ്സ് ആണ്. നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ കൊടുക്കുന്ന ഒരു ഫംഗ്ഷൻ ആണെങ്കിൽ പോലും ആ ഫംഗ്ഷനും എന്തായിരിക്കും, ക്ലാസിൻ്റെ മെമ്പറാണ്. ഓക്കെ, അപ്പോൾ ഈ ക്ലാസിൻ്റെ ഉള്ളിൽ നമ്മളിപ്പോൾ ഇവിടെ ഇതിനകത്ത് നമ്മളൊരു വേരിയബിൾ കൊടുത്തിട്ടില്ല. ഇവിടെ നമ്മൾ ജസ്റ്റ് എന്ത് ചെയ്യുവാണ്, ഒരു ഹലോ വേൾഡ് എന്ന് പറഞ്ഞ മെസ്സേജ് പ്രിന്റ് ചെയ്യുവാണ്. ഇറ്റ് ഈസ് പോസിബിൾ ദാറ്റ് നമ്മൾ എന്ത് കൊടുക്കുവാണ്, ഇതിൻ്റെ ഉള്ളിൽ 2-3 വേരിയബിൾ കൊടുത്തുന്നോ, അല്ലെങ്കിൽ ഒരു ഫംഗ്ഷൻ, വേറൊരു ഫംഗ്ഷൻ, മെയിൻ ഫംഗ്ഷൻ കൂടാതെ വേറൊരു ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തതോ, ഇതെല്ലാം പോസിബിൾ ആണ്. സോ ആ ഫംഗ്ഷനും ആട്രിബ്യൂട്ട്സും ഇതെല്ലാം എന്തായിരിക്കും, അത് അതിൻ്റെ ക്ലാസ് മെമ്പേഴ്സ് ആയിരിക്കും. അപ്പോൾ ഈ പബ്ലിക് എന്ന് പറയുന്നത്, ഇല്ലെങ്കിൽ ഇവിടെ കൊടുത്തിരിക്കുന്ന പബ്ലിക്, അതുപോലെ പ്രൈവറ്റ് ഉണ്ട്, പ്രൊട്ടക്റ്റഡ് ഉണ്ട്, റൈറ്റ്. സോ ഇതെന്താണ്, ഇതൊരു ആക്സസ് സ്പെസിഫയർ, ആക്സസ്, യു ക്യാൻ ആക്സസ് ടു സംതിങ്, റൈറ്റ്. സോ ആക്സസ് സ്പെസിഫയർ ആണ്. ദാറ്റ് മീൻസ് ദിസ് ഇസ് പബ്ലിക്ലി ഓപ്പൺ. നമ്മൾ യൂട്യൂബിൽ വീഡിയോ നോക്കുവാണെങ്കിൽ പബ്ലിക്, പ്രൈവറ്റ് ഒക്കെ ഉണ്ട് അല്ലേ. പ്രൈവറ്റ് ആണെങ്കിൽ നമുക്ക് മാത്രമേ കാണാൻ പറ്റുള്ളൂ, പബ്ലിക് ആണെങ്കിൽ എല്ലാവർക്കും. അതുപോലെ തന്നെ നമ്മുടെ ഈ മെയിൻ ഫംഗ്ഷൻ, അല്ലെങ്കിൽ നമ്മുടെ ഈ മെയിൻ ക്ലാസ്സിലുള്ള കാര്യങ്ങൾ ആർക്കൊക്കെ വിസിബിൾ ആയിരിക്കണം, ആരൊക്കെ കാണണം എന്ന് സ്പെസിഫൈ ചെയ്യുന്നതാണ് ആക്സസ് സ്പെസിഫയർ ചെയ്യുന്നത്. ഇവിടെ എന്താ, നമ്മൾ മെയിൻ ഫംഗ്ഷൻ എപ്പോഴും നമ്മൾ പബ്ലിക് ആയിട്ട് കൊടുക്കും. കാരണം ഒബ്വിയസ്ലി നമുക്ക് മെയിൻ ഫംഗ്ഷൻ അതിൽ പ്രൈവറ്റ് ആയിട്ട് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാവും, അത് എക്സിക്യൂട്ട് ആവാനൊക്കെ പാടായിരിക്കും അല്ലേ. സോ നമ്മൾ എന്ത് ചെയ്യും, പബ്ലിക് ആയിട്ട് അതിനെ കൊടുക്കും. So when a class member is preceded by public, then that member may be accessed by code outside the class in which it is declared. റൈറ്റ്. സോ എന്തായിരിക്കും, പുറത്തുനിന്നുള്ള ഒരു ക്ലാസ്സിനും ഇതിനെ ആക്സസ് ചെയ്യാൻ പറ്റണം. കാരണം മെയിൻ ഫംഗ്ഷനിലുള്ള കാര്യങ്ങൾ എല്ലാ ക്ലാസ്സസ് നമ്മൾ കുറേ കഴിയുമ്പോഴത്തേക്കും നമ്മൾ നോക്കും, മെയിൻ ഫംഗ്ഷനിലുള്ള ക്ലാസ് തന്നെയല്ല വേറെയും ക്ലാസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ബാക്കിയുള്ള ക്ലാസ്സിനും വിച്ച് ഈസ് ഔട്ട്സൈഡ് ഓഫ് ദ മെയിൻ ക്ലാസ്, അതിനും എന്താണ്, ഈ മെയിൻ ക്ലാസ്സിലുള്ള കാര്യങ്ങൾ ആക്സസ് ചെയ്യാൻ പറ്റണം. അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നത്, പബ്ലിക് കൊടുക്കുന്നത്. കാരണം മെയിൻ ഫംഗ്ഷൻ എന്നാണ് നമ്മുടെ എക്സിക്യൂഷൻ തുടങ്ങുന്നത്. Now, the opposite of public എന്ന് പറയുമ്പോൾ എന്തായിരിക്കും, പ്രൈവറ്റ് ആയിരിക്കും, which prevents a member from being used by code defined outside of its class. സോ എന്താണ്, ഇവിടെ നമ്മൾ പ്രൈവറ്റ് കൊടുക്കുകയാണെങ്കിൽ ആ ക്ലാസ്സിൽ നിന്ന് പുറത്തെ ഒരു ക്ലാസ്സിൻ്റെ മെമ്പറിന് ഇതിന് ആക്സസ് ചെയ്യാൻ പറ്റത്തില്ല, അത് പ്രൈവറ്റ് ആണെന്ന് അതിൻ്റെ അർത്ഥം, റൈറ്റ്. സോ മെയിൻ ക്ലാസ് എപ്പോഴും എന്തായിരിക്കും, പബ്ലിക് ആയിരിക്കും. സോ നെക്സ്റ്റ് കാര്യം, സ്റ്റാറ്റിക്. സ്റ്റാറ്റിക് എന്താ പറയുന്നത്, കീവേഡ് സ്റ്റാറ്റിക് അലൗസ് മെയിൻ ടു ബി കോൾഡ്, മെയിൻ ഫംഗ്ഷൻ ടു ബി കോൾഡ് വിതൗട്ട് ഹാവിംഗ് ടു ഇൻസ്റ്റാൻഷിയേറ്റ് എ പെർട്ടിക്കുലർ ഇൻസ്റ്റൻസ് ഓഫ് ദി ക്ലാസ്. ഓക്കെ, ഇതെന്നാ നമുക്ക് മനസ്സിലാക്കാൻ ശ്രമിക്കാം. ഒബ്വിയസ്ലി സ്റ്റാറ്റിക് എന്ന് പറയുന്ന ഒരു ടോപ്പിക് തന്നെ നമുക്ക് പിന്നീട് പഠിക്കാനുണ്ട്. അപ്പോൾ പക്ഷെ എന്നാലും ഈ വീഡിയോയിൽ നമുക്ക് എന്താണ് ഇത് മീൻ ചെയ്യുന്നുള്ള കാര്യം ചെറുതായിട്ടൊന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കാം. ഓക്കെ, ഓരോ ക്ലാസ്സിലും എന്തുണ്ട്, ഒരേ ആട്രിബ്യൂട്ട്സും മെമ്പേഴ്സും മെത്തേഡ്സ് എല്ലാം ഉണ്ട്. അപ്പോൾ ഇതിനെല്ലാം നമുക്ക് ആക്സസ് ചെയ്യാൻ വേണ്ടി നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണ്ട കാര്യം എന്താണ്, ഒബ്ജക്റ്റ് ആണ്. ഒബ്ജക്റ്റ് ഇല്ലാതെ ഒരിക്കലും നമുക്ക് എന്താണ്, ഒരു ക്ലാസ്സിൻ്റെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റത്തില്ല. പക്ഷേ മെയിൻ ഫംഗ്ഷനിലുള്ള കാര്യത്തിന് നമ്മൾ അപ്പോൾ നമ്മളിപ്പോൾ ഒരു റൂൾ ഉണ്ടാക്കുവാണ്, എല്ലാ ക്ലാസ്സിനും ഒബ്ജക്റ്റ് ഇൻസ്റ്റാൻഷിയേറ്റ് ചെയ്തിട്ടേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, അതിനെ ആക്സസ് ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മെയിൻ ഫംഗ്ഷൻ അതേ കാര്യം തന്നെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ബുദ്ധിമുട്ടായിരിക്കും. കാരണം യു ക്യാൻ സീ ഇൻ ദ സെക്കൻഡ് പോയിന്റ്, ദിസ് ഇസ് നെസസറി സിൻസ് മെയിൻ ഈസ് കോൾഡ് ബൈ ദി ജാവ വെർച്വൽ മെഷീൻ ബിഫോർ എനി ഒബ്ജക്ട്സ് ആർ മെയ്ഡ്. സോ നമ്മൾ എന്താണ്, മെയിൻ ഫംഗ്ഷൻ ആരാണ് കോൾ ചെയ്യുന്നത്, ജാവ വെർച്വൽ മെഷീൻ ആണ് കോൾ ചെയ്യുന്നത്. അതെന്താണ്, ഇതിന് മുമ്പായിട്ട് നമ്മൾ ഒരു ഒബ്ജക്റ്റും മുമ്പായിട്ട് നമ്മൾ ഒരു ഒബ്ജക്റ്റും ക്രിയേറ്റ് ചെയ്യുന്നില്ല. അപ്പം മെയിൻ എന്താണ്, മെയിനിന് മാത്രം എന്ത് ചെയ്യണം, അങ്ങനത്തെ ഒരു നമുക്ക് ഇളവ് കൊടുക്കണം. കാരണം വെച്ച് കഴിഞ്ഞാൽ സ്റ്റാറ്റിക് ഇല്ല എങ്കിൽ ഒബ്ജക്റ്റ് വെച്ചിട്ടേ വിളിക്കാൻ പറ്റുള്ളൂ. പക്ഷെ നമ്മൾ നോക്കുവാണ് മെയിൻ ഫംഗ്ഷൻ എന്താണ്, അത് ജാവ വെർച്വൽ മെഷീൻ ആണ് യൂസ് ചെയ്യുന്നത്. ജാവ വെർച്വൽ മെഷീൻ ഡയറക്റ്റ്ലി യൂസ് ചെയ്തിട്ടാണ് അതിന് എന്ത് ചെയ്യുന്നത്, ബൈറ്റ് കോഡിനെ റൺ ചെയ്യിപ്പിക്കുന്നത്, റൈറ്റ്. സോ നമ്മൾ എന്താണ്, മെയിനെ നമ്മൾ സ്റ്റാറ്റിക് ആയിട്ട് കൊടുക്കുക. ദാറ്റ് മീൻസ് നമ്മൾ എന്ത് ചെയ്യണം, ഒബ്ജക്റ്റ് ഇവിടെ ക്രിയേറ്റ് ചെയ്യേണ്ട കാര്യമില്ല. എന്താണ്, വിതൗട്ട് ഹാവിങ് ടു ഇൻസ്റ്റാൻഷിയേറ്റ് എ പെർട്ടിക്കുലർ ഇൻസ്റ്റൻസ് ഓഫ് ദി ക്ലാസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതിനെ ആക്സസ് ചെയ്യാൻ സാധിക്കണം. സോ ദാറ്റ് ഈസ് ദ ഇമ്പോർട്ടൻസ് ഓഫ് സ്റ്റാറ്റിക്. നൗ void എന്താണ്, സിംപ്ലി ദ കീബോർഡ് വോയിസ് സിംപ്ലി ടെൽസ് us കമ്പൈലർ ദാറ്റ് ദ മെയിൻ ഡസ് നോട്ട് റിട്ടേൺ എ വാല്യൂ. മെയിൻ ഇവിടെ ഒരു വാല്യൂം റിട്ടേൺ ചെയ്യുന്നില്ല. നമുക്കറിയാം നമ്മൾ സി പ്രോഗ്രാമിൽ എങ്ങനെയാണ്, ഇൻറ്റ് കൊടുത്തിട്ടാണ്. ചില കമ്പൈലേഴ്സിൽ വേണ്ട, ചില കമ്പൈലേഴ്സിൽ വോയിഡ് മെയിൻ ആയിരിക്കും. നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ട് നമ്മുടെ പ്രോഗ്രാം എല്ലാം എഴുതിയതിനു ശേഷം നമ്മൾ എന്താ ഇവിടെ ചെയ്യുന്നത്, റിട്ടേൺ 0, റൈറ്റ്. റിട്ടേൺ 0 എന്ന് പറയുമ്പോൾ എന്താണ് ഉദ്ദേശിക്കുന്നത്, അത് സക്സസ് ആണെന്ന് പറയും, റൈറ്റ്. സോ 0 എന്താണ്, ഒരു ഇൻറ്റീജർ ആണ്, അത് റിട്ടേൺ ചെയ്യുവാണ് മെയിൻ ഫംഗ്ഷനിലോട്ട്, റൈറ്റ്. ഇവിടെ എന്താ, അങ്ങനെ നമ്മളൊന്നും ചെയ്യുന്നില്ല. സോ ഇവിടെ നമ്മൾ എന്താണ്, വോയിഡ് യൂസ് ചെയ്യുവാണ്, റൈറ്റ്. സോ വോയിഡ്.
സോ പബ്ലിക് എന്താ, സ്റ്റാറ്റിക് എന്താ, വോയിഡ് എന്താ നമ്മൾ നോക്കിക്കഴിഞ്ഞു. ഇനി ദെൻ മെയിനിന് മുമ്പായിട്ട് നമ്മൾ ഇതെല്ലാം എഴുതുന്നത്. ദാറ്റ് മീൻസ് മെയിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് ഇതാണെന്നുള്ള കാര്യമാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ ബേസിക്കലി ഇതെന്താ ഒരു ഫംഗ്ഷൻ ആണ്, റൈറ്റ്. മെയിൻ എന്ന് പറഞ്ഞ ഒരു ഫംഗ്ഷൻ ആണ്. ഇനി ഈ ഫംഗ്ഷൻ്റെ ഉള്ളിൽ എന്താണ് നമ്മൾ യു ക്യാൻ സി സ്ട്രിങ് ARGS. ഓക്കെ, സോ സ്ട്രിങ് ARGS ഇറ്റ് ഡിക്ലെയർസ് എ പാരാമീറ്റർ named ARGS which is an array. You can see ഇതെന്താണ്, array ആണ്. ഇതൊരു array ആണ്, array of instances of the class string. string എന്ന് പറയുന്ന ഒരു ക്ലാസ് ഉണ്ട്. ആ സ്ട്രിങ്ങിൻ്റെ ഒബ്ജക്ട്സിൻ്റെ കളക്ഷൻ തന്നെയാണ് നമ്മൾ എന്ത് പറയുന്നത്, സ്ട്രിങ് ARGS എന്ന് പറയുന്നത്. ഓക്കെ, ബേസിക്കലി എന്താണ് ARGS ചെയ്യുന്നത്? ARGS റിസീവ്സ് എനി കമാൻഡ് ലൈൻ ആർഗ്യുമെന്റ്സ് present when the program is executed. Now command line arguments, again command line arguments ഒരു ടോപ്പിക് ആണ് later in the module പഠിക്കേണ്ടത്, റൈറ്റ്. പക്ഷെ അത് നമുക്ക് ഇവിടെ ചെറുതായിട്ടൊന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കാം. സപ്പോസ് നമ്മുടെ പ്രോഗ്രാം ഇങ്ങനെയാണ്. യു ക്യാൻ സി, സോറി ഇവിടെ ഒരു ബ്രാക്കറ്റ് കൂടെ ഉണ്ട്. യു ക്യാൻ സി പബ്ലിക് സ്റ്റാറ്റിക് വോയിഡ് മെയിൻ എഴുതി കഴിഞ്ഞിട്ട് ദെൻ സിസ്റ്റം ഡോട്ട് ഔട്ട് ഡോട്ട് പ്രിന്റിൽ ഹലോ പ്ലസ് ARGS 0 എന്ന് കൊടുക്കുവാണ്. ARGS 0, റൈറ്റ്. 0 എന്ന് പറയുമ്പോഴത്തേക്കും ആ അറേയില് സപ്പോസ് ഇങ്ങനെ അറേ ഇരിക്കുന്നെങ്കിൽ, സോ യു ക്യാൻ സി ഇൻ ദിസ് അറേ ARGS എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ പേരാണെങ്കിൽ ARGS 0 then 1 2, റൈറ്റ്, അറേ ആണ്. സോ എന്തായിരിക്കും ഇതിൻ്റെ മീനിങ്? യു ക്യാൻ സി സപ്പോസ് ഔട്ട്പുട്ട് ഇങ്ങനെയാണ്. ഔട്ട്പുട്ട് നമ്മൾ എന്ത് ചെയ്തു, ജാവാസി എക്സാമ്പിൾ ഡോട്ട്, സപ്പോസ് നമ്മളിങ്ങനെ എക്സാമ്പിൾ ഡോട്ട് നമ്മൾ യു ക്യാൻ സി എക്സാമ്പിൾ ഡോട്ട് ജാവ എന്ന് കൊടുത്തു. അത് കമ്പൈലായി. ദെൻ എന്താ നമ്മൾ ചെയ്യുന്നത്, എക്സാമ്പിൾ വേൾഡ് എന്ന് കൊടുത്തു. സപ്പോസ് ഈ വേൾഡ് എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മൾ നേരത്തെ നമ്മൾ എന്താ കൊടുത്തുകൊണ്ടിരുന്നത്, എക്സാമ്പിൾ ഡോട്ട് ജാവ ദെൻ ജാവ എക്സാമ്പിൾ. ഇനി ഇതിൻ്റെ കൂടെ തന്നെ ഈ ഇത് എന്താണ്, കമാൻഡ് ലൈൻ, റൈറ്റ്. സോ ഈ കമാൻഡ് ലൈനിൽ നമ്മൾ ആർഗ്യുമെന്റ്സ് നമുക്ക് വേണമെങ്കിൽ കൊടുക്കാം. സോ ഇതെന്തായിരിക്കും, കമാൻഡ് ലൈൻ ആർഗ്യുമെന്റ്സ് ആയിരിക്കും. സോ ഞാൻ എന്ത് ചെയ്തു, എക്സാമ്പിൾ വേൾഡ് എന്ന് കൊടുത്തു. സോ ഇത് മീൻ ചെയ്യുന്നത് എന്താണ്, ഇവിടെ ദിസ് ഈസ് ദി കമാൻഡ് ലൈൻ ആർഗ്യുമെന്റ്, റൈറ്റ്. സോ എന്താണ് ചെയ്യുന്നത് ARGS? സോ ARGSലെ യു ക്യാൻ സി ഇവിടെ നമ്മൾ ഒരു അറേ പോലെ കൺസ്ട്രക്റ്റീവ് ആണെങ്കിൽ ARGSലെ അറേയിൽ എന്താണ് കിടക്കുന്നത്, കമാൻഡ് ലൈൻ ആർഗ്യുമെന്റ്സ് എന്ന് പറഞ്ഞാൽ വേൾഡ് ഇവിടെ കിടക്കുവാണ്, വേൾഡ്, റൈറ്റ്. ഇവിടെ നമ്മൾ വേറെ എന്തെങ്കിലും കൊടുക്കുമ്പോൾ ഇതെല്ലാം എവിടെ കിടക്കും, ഈ അറേയിൽ ഇങ്ങനെ ഫിൽഡ് ആയി കിടക്കും, റൈറ്റ്. സോ ബേസിക്കലി സ്ട്രിങ് ARGS എന്ന് പറയുമ്പോൾ ഇറ്റ്സ് എൻ അറേ ഓഫ് ഒബ്ജക്ട്സ്. അതിനകത്ത് എന്തൊക്കെയുണ്ട്, കമാൻഡ് ലൈൻ ആർഗ്യുമെന്റ്സിലെ കാര്യങ്ങളാണ് ഇവിടെ നമ്മൾ ഫില്ല് ചെയ്യുന്നത്. കമാൻഡ് ലൈൻസിൽ ഒന്നും ഇല്ലെങ്കിൽ ഒന്നും ഫില്ല് ചെയ്യത്തില്ല. പക്ഷേ എന്നാൽ പോലും നമ്മൾ എന്ത് ചെയ്യണം, കമാൻഡ് ലൈൻ നമ്മൾ കൊടുക്കുന്നില്ലെങ്കിൽ പോലും നമ്മൾ എന്ത് ചെയ്യണം, സ്ട്രിങ് ARGS ഇത് മാൻഡേറ്ററി ആയിട്ട് കൊടുത്തേ പറ്റും. കാരണം അതിൻ്റെ ഒരു റൂളാണ്. ജാവ നിർബന്ധമായിട്ട് ചോദിക്കുന്ന ഒരു കാര്യമാണ് സ്ട്രിങ് ARGS, റൈറ്റ്. സോ കമാൻഡ് ലൈൻ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യും, അത് അവിടെ നിന്ന് എക്സിക്യൂട്ട് ചെയ്യാൻ തുടങ്ങി. സപ്പോസ് നമ്മുടെ എക്സാമ്പിൾ എന്തുണ്ട്, കമാൻഡ് ലൈൻ ഉണ്ട്, വേൾഡ്. സോ യു ക്യാൻ സി സിസ്റ്റം ഡോട്ട് ഔട്ട് ഡോട്ട് പ്രിന്റ് LN ഹലോ പ്രിന്റ് ചെയ്ത് കഴിയും. ഹലോ പ്രിന്റ് ചെയ്തതിന് ശേഷം എന്താണ്, ആർഗ്യുമെന്റ് കമാൻഡ് സി ARGS എന്ന് പറയുന്ന അറേയിൽ നിന്നും 0th എലിമെന്റ് എടുക്കും. 0th എലിമെന്റ് എടുത്തിട്ട് പ്രിന്റ് ചെയ്യും. സോ നമ്മുടെ ഔട്ട്പുട്ട് എന്തായിരിക്കും വരാൻ പോകുന്നത്, ഹലോ വേൾഡ് ആയിരിക്കും വരാൻ പോകുന്നത്. സോ സ്ട്രിങ് ARGS ബേസിക്കലി ഒന്നുമില്ല, എന്താണ്, ജസ്റ്റ് ഒരു കമാൻഡ് ലൈൻ ആർഗ്യുമെന്റ്സ് എടുക്കുന്ന ഒരു കാര്യമാണ്, റൈറ്റ്. ARGS റിസീവ്സ് എനി കമാൻഡ് ലൈൻ ആർഗ്യുമെന്റ്സ് പ്രസന്റ് വെൻ ദി പ്രോഗ്രാം ഈസ് എക്സിക്യൂട്ടഡ്. നെക്സ്റ്റ് ഈസ് സിസ്റ്റം ഡോട്ട് ഔട്ട് ഡോട്ട് പ്രിന്റ്എൽഎൻ. സോ മെയിൻ കഴിഞ്ഞതിന് ശേഷം നമ്മൾ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യും. ബ്രാക്കറ്റ് ഇവിടെ നിന്ന് എന്താണ്, നമ്മുടെ മെയിൻ ഫംഗ്ഷൻ തുടങ്ങുവാണ്. ഇവിടെയാണ് ബോഡി എന്ന് പറയുന്നത് നമുക്ക് വേണമെങ്കിൽ. സോ സിസ്റ്റം എന്ന് പറയുമ്പോൾ എന്താണ്, ഇറ്റ് ഈസ് എ പ്രീ ഡിഫൈൻഡ് ക്ലാസ്. യു ക്യാൻ സി നമ്മൾ നേരത്തെ C പ്രോഗ്രാമിംഗ് നമ്മൾ പ്രിന്റ് F യൂസ് ചെയ്യുമായിരുന്നു, റൈറ്റ്. പ്രിന്റ് F എന്തായിരുന്നു, ഒരു ഫംഗ്ഷൻ ആയിരുന്നു. അതുപോലെ തന്നെ ഇവിടെ നമ്മൾ സിസ്റ്റം ഡോട്ട് ഔട്ട് ഡോട്ട് പ്രിന്റ്എൽഎൻ എന്ന് പറയുമ്പോൾ ന്യൂ ലൈൻ, ഓക്കെ, അതാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. സോ സിസ്റ്റം എന്ന് പറയുമ്പോൾ എന്താണ്, അതൊരു ക്ലാസ് ആണ്, right? It's a predefined class that provides access to the system. Now ഈ ക്ലാസ് എവിടെയാണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത് നമുക്ക് കാണാൻ പറ്റത്തില്ല, ഒരു പാക്കേജിന്റെ ഭാഗമാണ്, റൈറ്റ്. ഇതെല്ലാം നമുക്ക് വരുമ്പോൾ പാക്കേജ് എന്താണ് ഇതെല്ലാം നമുക്ക് ഡിസ്കസ് ചെയ്യാം, റൈറ്റ്. സോ ദിസ് ഈസ് എ പ്രീ ഡിഫൈൻഡ് ക്ലാസ്. സിസ്റ്റം എന്ന് പറയുമ്പോൾ ഈ നമ്മുടെ ജാവ ഡെവലപ്മെന്റ് കിറ്റിന്റെ ഉള്ളിൽ ഓൾറെഡി കോൺഫിഗേർഡ് ആയിട്ടുള്ള ഒരു കാര്യമാണ് സിസ്റ്റം, റൈറ്റ്. അതെന്താണ്, അതൊരു ക്ലാസ് ആണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുവാണ്, ആ ക്ലാസ്സിന് ഇവിടെ യൂസ് ചെയ്യുവാണ്, റൈറ്റ്. സോ സിസ്റ്റം ഇസ് എ പ്രീ ഡിഫൈൻഡ് ക്ലാസ് that provides access to the system and out is the output stream that is connected to the console. console എന്ന് പറയുമ്പോൾ നമ്മൾ പ്രിന്റ് ചെയ്യുന്ന സ്ഥലം, ഓൾറൈറ്റ്. നമ്മളിപ്പോൾ ഒരു ജാവ പ്രോഗ്രാം നമ്മൾ ഒരു കമാൻഡ് ലൈൻ പോലത്തെ ബ്ലാക്ക് കളർ സ്ക്രീൻ വരത്തില്ലേ, അതുപോലത്തെ ഒരു സ്ഥലമാണ് കൺസോൾ, നമ്മുടെ ഔട്ട്പുട്ട് ഒക്കെ പ്രിന്റ് ചെയ്യാൻ വേണ്ടി, റൈറ്റ്. സോ സിസ്റ്റം എന്ന് പറയുന്നത് എന്താണ്, ഒരു ക്ലാസ് ആണ്.
ആൻഡ് ഔട്ട് എന്ന് പറയുമ്പോഴത്തേക്ക് ഔട്ട്പുട്ട് സ്ട്രീം ആണ്. സോ സിസ്റ്റം ഡോട്ട് ഔട്ട് ഡോട്ട് പ്രിന്റ് എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ എന്താണ് ആ ക്ലാസ്സിൽ നിന്നും ആ മെത്തേഡിനെ പ്രിന്റ് ചെയ്യാനുള്ള മെത്തേഡിനെ നമ്മൾ വിളിക്കുവാണ്, അല്ലെങ്കിൽ പ്രിന്റ് ചെയ്യാനുള്ള ആ ഫംഗ്ഷൻ നമ്മൾ വിളിക്കുവാണ്. സോ ഇത്രയും കാര്യങ്ങൾ ഇതൊക്കെ എന്താണ് ഓൾറെഡി ഇൻബിൽട്ട് ആയിരിക്കും, റൈറ്റ്. സോ ഔട്ട്പുട്ട് ഈസ് ആക്ച്വലി അക്കംപ്ലിഷ്ഡ് ബൈ ദ ബിൽട്ട് ഇൻ println മെത്തേഡ് അല്ലെങ്കിൽ ഫംഗ്ഷൻ. ഇൻ ദിസ് കേസ് println ഡിസ്പ്ലേസ് ദ സ്ട്രിംഗ് വിച്ച് ഈസ് പാസ് ടു ഇറ്റ്. അപ്പൊ ഇവിടെ നമ്മൾ എന്താണ് println എന്ത് ചെയ്യുന്നു, എന്താണ് ഇതിന്റെ ഉള്ളിലുള്ളത് അതിനെ പ്രിന്റ് ചെയ്യുന്നു, റൈറ്റ്. സോ ഞാൻ വീണ്ടും പറയാം, സിസ്റ്റം എന്ന് പറയുമ്പോൾ എന്താണ്, അതൊരു ക്ലാസ് ആണ്, അത് പ്രീ ഡിഫൈൻഡ് ക്ലാസ് ആണ്, ബിൽട്ട് ഇൻ ക്ലാസ് ആണ്. ഔട്ട് എന്ന് പറയുമ്പോഴത്തേക്ക് ഔട്ട്പുട്ട് സ്ട്രീം ആണ്, റൈറ്റ്. സോ println എന്ന് പറയുമ്പോൾ അതൊരു ബിൽട്ട് ഇൻ ഫംഗ്ഷൻ ആണ് സിസ്റ്റത്തിൽ, ഈ സിസ്റ്റം എന്ന് പറയുന്ന ക്ലാസിന്റെ ഉള്ളിൽ തന്നെ. സോ സിസ്റ്റം ഡോട്ട് ഔട്ട് ഡോട്ട് println എന്ന് പറയുമ്പോഴത്തേക്കും എന്ത് ചെയ്യുന്നു, ജസ്റ്റ് നമ്മുടെ എന്തൊക്കെയാണ് നമുക്ക് പ്രിന്റ് ചെയ്യാനുള്ളത് അതിനെ ജസ്റ്റ് നമുക്ക് ഡിസ്പ്ലേ ചെയ്താൽ നമ്മുടെ കൺസോളിൽ ഡിസ്പ്ലേ ചെയ്ത് തരും. അതിനുള്ള കോഡാണ് സിസ്റ്റം ഡോട്ട് ഔട്ട് ഡോട്ട് println. എന്ന് പറയുമ്പോൾ ന്യൂ ലൈൻ ആണ്, പുതിയ ലൈനിലായിരിക്കും ഇത് പ്രിന്റ് ചെയ്യാൻ പോകുന്നത്. ln കൊടുത്തില്ലെങ്കിൽ അതേ ലൈനിൽ തന്നെ അത് print ചെയ്യും. Alright, so this was the simple structure of a simple Java program. ഇതിന്റെ ഡീറ്റെയിൽസ് ഒബ്വിയസ്ലി ഉണ്ട്, നമ്മൾ ഈ മോഡ്യൂളിലെ ലേറ്റർ പോർഷൻസിൽ നമ്മൾ അതിന്റെ ഡീറ്റെയിൽസ് നമ്മൾ നോക്കും. Alright, so I hope you understood and thank you for watching.